വിവാദത്തിനിടെ FCRI നിയമ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ സഭയിൽ കടുത്ത പ്രതിഷേധം നടത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പിനിടെ BJPക്ക് മേൽ കടുത്ത പ്രതിസന്ധിയായി നിയമ ഭേദഗതി നീക്കത്തിൽ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബില്ല് ആർക്കും എതിരല്ലെന്നും വിദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ലളിത നടപടിയാണെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. അത് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു. അതേസമയം FCRI വിവാദം മുൻനിർത്തി കേരളത്തിൽ കടുത്ത നീക്കങ്ങൾക്കൊരുങ്ങുകയാണ് LDFും UDFും. TV സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഇപ്പോൾ പെട്ടെന്നാണ് ഈ BJPക്ക് ഇരട്ടടിയായി ഈ സംഭവം, ഈ ബില്ല് വരികയും മറ്റും ചെയ്യുന്ന പശ്ചാത്തലമുള്ളത്. പക്ഷേ അതിൽ ചില വിശദീകരണങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ബിൽ സഭയിൽ വരുമ്പോൾ കേന്ദ്രത്തിലേക്ക് MPമാർ മുഴുവൻ പോവുകയാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണരംഗം വിട്ട്. അപ്പോൾ അത്രത്തോളം ഗൗരവമായി അതിനെ കോൺഗ്രസ് കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഈ ഒരു വിഷയം ഉയർന്നു വരുന്നത് എന്നതുകൂടിയാണ് ഇതിൻ്റെ സാഹചര്യം. BJP യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. കേരളമടക്കമുള്ള മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ബാധകമാവുന്ന ഒരു പ്രതിസന്ധിയായി കൂടി ഇത് മാറുകയാണ്. FCRI നിയമ ഭേദഗതി യഥാർത്ഥത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെ എടുത്തു കളയുന്നതാണ്. ആ സ്ഥാപനങ്ങളുടെ തന്നെ ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സ്വാതന്ത്ര്യം നൽകുന്ന, നിയമപരമായ അനുമതി നൽകുന്ന ഭേദഗതിയായി ഇത് മാറുന്നു എന്നതാണ് സഭാ നേതൃത്വങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയ കാര്യം ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയ ശേഷം പാർലമെൻറ്റിൽ കൊണ്ടുവന്നു എന്നതാണ്. പക്ഷേ ഇത് പൂർണ്ണമായും അവർ നിഷേധിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രാഥമികമായ ബന്ധപ്പെട്ടവരുമായി ഒരു ആശയവിനിമയം നടക്കാതെ ഇതെങ്ങനെ പാർലമെൻറ്റിലെത്തി എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിൽ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പുതിയൊരു തലത്തിൽ കൂടി മാറുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെ ഈ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ, മാധ്യമങ്ങളെ കണ്ട സഭാ നേതൃത്വങ്ങൾ കേരളത്തിലെ MPമാർ ശക്തമായ പ്രതിഷേധം സഭയിൽ ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഇന്ന് നടക്കാൻ പോകുന്നത് സഭയിൽ ഇത് ചർച്ചയ്ക്കെടുക്കും, ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കും. ലോക്സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് പിന്നീട് രാജ്യസഭയിൽ വന്ന് ഈ മാസം തന്നെ ഇത് ബില്ല് നിയമമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടത്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇനി പിന്നോട്ട് പോകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ചുരുങ്ങിയപക്ഷം ഇത് നീട്ടിവെക്കാനെങ്കിലും കേന്ദ്ര സർക്കാർ തയ്യാറാവാനുള്ള സാധ്യത ചെറുതല്ല. എന്തായാലും ഇന്ന് ലോക്സഭയിൽ ഇത് സംബന്ധിച്ചൊരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രധാനമന്ത്രിക്ക് ഈ FCRI നിയമ ഭേദഗതി പിൻവലിക്കണം, അതിൽ നിന്നും പിന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുമുണ്ട്. കാരണം കേരളത്തിൽ ഇത് ക്രൈസ്തവ സഭകളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു വിഷയമായതിനാൽ തന്നെ വളരെ കരുതൽ തന്നെയാണ് ഇടതു വലതു നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും ചെയ്യും. കേരളത്തിൽ നിന്നുള്ള MPമാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് MPമാർ ഇന്ന് ലോക്സഭയിൽ കടുത്ത പ്രതിഷേധങ്ങൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അത്തരം നീക്കത്തിലേക്ക് അവരൊരുങ്ങുകയും ചെയ്യുമാണ്. എന്തായാലും നിർണായകമാവുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്കെങ്കിലും നിയമ ഭേദഗതിയിൽ നിന്നും പിന്നോട്ട് പോകുമോ എന്ന കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം മറികടക്കാനുള്ള നീക്കം സംസ്ഥാനത്തെ BJP നേതൃത്വം ഇക്കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ നീക്കങ്ങളൊക്കെ വളരെ നിർണായകമാണ്. അതാണ് FCRI തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ ഒരു ചർച്ചയായി മാറുന്ന പശ്ചാത്തലമൊരുങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.